ഒരുപാട് അടിപൊളി നല്ല നല്ല പെർഫോമൻസുകൾ നമ്മൾ കണ്ടു. പലരുടെയും തിരിച്ച് വരവുകൾ നമ്മൾ സാക്ഷ്യം വഹിച്ചു. അങ്ങനെ കഴിഞ്ഞ ഒരു 8 റൗണ്ടായിട്ട് നമ്മുടെ കണ്ടസ്റ്റൻസ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവർ ഫേസ് ചെയ്യാൻ പോകുന്നത് എലിമിനേഷനാണ്. കഴിഞ്ഞ 8 റൗണ്ട് അവസാനിക്കുമ്പോൾ നമ്മുടെ കണ്ടസ്റ്റൻസ് എവിടെയാണ് നിൽക്കുന്നതെന്നുള്ളതിൻ്റെ ആ റാങ്ക് ലിസ്റ്റ് നമുക്കൊന്ന് കാണാം. ശ്വേത 1-ാം സ്ഥാനം, 2ാമത് കീർത്തന, 3ാമത് അശ്വിൻ, 4 ജാസിം, 5 ഭരത്, 6 നാരായണി, 7 ലിബിൻ, 8 നീലിമ, 9 പുണ്യ, 10 അർജുൻ, 11 അക്ബർ, 12 ശ്രീജിഷ്, 11ാം സ്ഥാനത്ത് നന്ദ, 14ാം സ്ഥാനത്ത് ടീച്ചറമ്മ. കഴിഞ്ഞ 8 പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സരിഗമപ്പയിൽ ഇപ്പോഴത്തെ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ എന്ന് പറയുന്നത് ശ്വേതയാണ്. സെക്കൻഡ് റാങ്കിൽ നിൽക്കുന്നത് കീർത്തനയാണ്. തേർഡില് അശ്വിൻ. ഈ 59ാമത്തെ എപ്പിസോഡിൽ നിന്ന് നമ്മൾ 60ാമത്തെ എപ്പിസോഡിലേക്ക് പോകുമ്പോൾ നമ്മുടെ കുറച്ച് കണ്ടസ്റ്റൻസ് ഡേഞ്ചർ സോണിലാണ്. ദേ ഹാവ് ടു ഫേസ് എലിമിനേഷൻ. സോ ആ ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന കണ്ടസ്റ്റൻസ് അക്ബർ, ശ്രീജിഷ്, നന്ദ ആൻഡ് മീര ടീച്ചർ. പ്ലീസ്. കഴിഞ്ഞ 8 പെർഫോമൻസ് കഴിയുമ്പോൾ ഇവർ 4 പേരുമാണ് നമ്മൾക്കിപ്പോൾ ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത്. ജഡ്ജസ്. റിയാലിറ്റി ഷോസിൽ ഒന്നാമത് വിജയിയായിട്ട് വരേണ്ട ആൾക്കാരാണ് ഇവർ 4 പേരും. അത്രയും കപ്പാസിറ്റി ഉള്ളവരാണ്. ഈ നമ്മുടെ ഇത്തവണത്തെ ഷെഡ്യൂൾ നോക്കുമ്പോൾ എനിക്ക് ഒന്ന് ജാസിമിനെ പറ്റി എടുത്ത് പറയണം. ജാസിം വളരെ ഭംഗിയായിട്ട് പെർഫോം ചെയ്തു. ഭയങ്കര സന്തോഷമുണ്ടായത്. ഇതുപോലെ തന്നെ ജാസിം കണ്ടിന്യൂ ചെയ്യുക. ഇതേ കോൺഫിഡൻസ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, ഇതേ സ്പിരിറ്റ് ഇരിക്കട്ടെ. എനിക്ക് കുറച്ച് സങ്കടം ഉണ്ടായിരുന്നത് നമ്മുടെ നീലിമയുടെയാണ്. വിചാരിച്ചാലും വളരെയധികം കുറവാണ് മാർക്ക് കിട്ടിയത്. നീലിമ, യു ഹാവ് ടു പെപ്പ് അപ്പ് നെക്സ്റ്റ് ടൈം. അങ്ങനെ കുറയരുത്. ആൻഡ് അനദർ പേഴ്സൺ ഭയങ്കര ലീപ്സ് ആൻഡ് ബൗൺസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചാടിയ ഒരാൾ നാരായണിയാണ്. ഭയങ്കര സന്തോഷമുണ്ട് മോളെ. ആൻഡ് അർജുന് ചെറിയ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. അതിന്ന് അർജുൻ വെളിയിലേക്ക് വന്നു. അടുത്ത ഇത് നല്ലോണം പെർഫോം ചെയ്യൂ. അശ്വിൻ ഓൾസോ ഇത്തവണ അശ്വിൻ്റെ യൂഷ്വൽ സ്പിരിറ്റിലേക്ക് എത്തിയിട്ടില്ല. നെക്സ്റ്റ് ടൈം നല്ലോണം പെർഫോം ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഒരു അവലോകനം പറഞ്ഞാണ്. ആൻഡ് നിങ്ങളുടെ കയ്യിൽ ഐ തിങ്ക് 2 പേരെ ഞങ്ങൾ സേഫ് ആക്കുന്നു. എനിക്കും ചേച്ചി പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെയാണ്. ചില നമ്മൾ പറയുമല്ലോ, ഇന്ന് നമ്മുടെ ഡേ ആയിരുന്നില്ല, അതുകൊണ്ട് ആണ് ഇങ്ങനെ സംഭവിച്ചത്. ഇതിനെ അങ്ങനെ കണ്ടാൽ മതി. സത്യം പറഞ്ഞാൽ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് പൊസിഷൻ ഒരിക്കലും സ്റ്റേബിൾ അല്ല. ഫസ്റ്റ് ശ്വേതയാണ്, പക്ഷേ സെക്കൻഡ് പൊസിഷൻ എന്ന് പറയുന്നത് മാറി, തേർഡ് പൊസിഷൻ മാറി, ഫോർത്ത് പൊസിഷൻ മാറി. അപ്പോൾ അതങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് കൺസിസ്റ്റൻ്റായിട്ട് ഏറ്റവും നല്ല പെർഫോമൻസുകൾ ഇവിടെ ചെയ്യുക എന്നുള്ളതാണ്. ഉഴപ്പ് എന്ന് പറയുന്നൊരു സംഭവം പാടില്ല. ഈ ഒരു സ്റ്റേജിനോട് 100% നീതി പുലർത്തുക എന്നുള്ളത് മാത്രമാണ്. പ്രാക്ടീസ്. പിന്നെ ബാക്കി ദൈവം നോക്കിക്കോളും. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം കൂടെ ഉണ്ടാവും. നിങ്ങളോട് പറയാനുള്ളത്, ചേച്ചി പറഞ്ഞിടത്തുനിന്ന് ഞാൻ തുടങ്ങുകയാണ്. ഇതിൽ 2 പേര് സേഫാണ്. അക്ബർ, ശ്രീജിഷ് ഇതിലേറ്റവും കുരുത്തം കെട്ട 2 ആളുകളാണ്. അപ്പോൾ ഇനി നമ്മൾ പക്ഷേ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഉഗ്രം പെർഫോമൻസുകൾ തന്നിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ചില ദിവസങ്ങളുടെ അല്ലെങ്കിൽ ചില പാട്ടുകളുടെ പ്രശ്നങ്ങളായിരിക്കാം മാർക്ക് കുറയാൻ കാരണം. പക്ഷേ ഇനി അതുണ്ടാവരുത് എന്നാണ് എനിക്ക് നിങ്ങൾ 2 പേരോടും പറയാനുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് തിരിച്ചുപോയിട്ടിരിക്കാം. പാപ്പൻസ് ഹൗസിലെയും പുലിമടയിലെയും 2 കണ്ടസ്റ്റൻസ് ആണ് ഇനിയിവിടെ നമുക്ക് നിൽക്കുന്നത്. ഇവരാണ് എലിമിനേഷൻ ഫേസ് ചെയ്യേണ്ടത്.
അതിനു മുമ്പ് നമ്മുടെ ജഡ്ജസിൻ്റെ കൈവശം മെഗാ ഓഡീഷൻസിലൊക്കെ ഉണ്ടായിരുന്ന പോലെ ഒരു ഗോൾഡ് കാർഡ് പോലെ, ഒരു സ്റ്റീൽ കാർഡ് പോലെ ജഡ്ജസിൻ്റെ കയ്യിലൊരു റീകോൾ കാർഡുണ്ട്. ഈ എൻറ്റയർ സീസണിൽ ഒരു തവണ മാത്രം ഉപയോഗിക്കാൻ പറ്റിയ ഒരു റീകോൾ കാർഡ്. എലിമിനേറ്റ് ആകുന്ന കണ്ടസ്റ്റൻസിനെ നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ ടീമിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദാറ്റ് റീകോൾ കാർഡ്. അത് ഉപയോഗിക്കണോ ഹോൾഡ് ചെയ്യണോ എന്നുള്ളത് ഇറ്റ്സ് അപ് ടു യു. ഇപ്പോൾ ഷാനിക്കയാണെങ്കിലും ഗോപിച്ചേട്ടനാണെങ്കിലും പാപ്പൻസ് ഹൗസിൽ നിന്നും പുലിമടയിൽ നിന്നുമാണ് നന്ദയും മീര ടീച്ചറോടെ നിൽക്കുന്നത്. അപ്പോൾ റീകോൾ കാർഡ് യൂസ് ചെയ്യുന്നോ ഓർ അത് ഹോൾഡ് ചെയ്യണോ? എനിക്കിപ്പോൾ ഇതിലൊരു ജഡ്ജ് എന്നുള്ള രീതിയിൽ നമുക്ക് റിയൽ ടാലൻറ്റിന് എന്തെങ്കിലും സംഭവിക്കുന്ന സമയത്ത് ദ റിയൽ ടാലൻറ്റിന് ദ ബെസ്റ്റ് എന്ന് പറഞ്ഞൊരു അവസ്ഥ വരുന്ന സമയത്ത് ഞങ്ങളിപ്പോൾ ചെയ്യുന്ന ഈ ജോലിയോട് നീതി പുലർത്താനായിട്ട് കിട്ടിയ ഒരു അവസാനത്തെ ഒരു കണ്ണിയാണ് ഈ റീകോൾ കാർഡ് എന്ന് പറഞ്ഞത്. അത് ശരിയായ ടാലൻറ്റിന് വേണ്ടി തന്നെ യൂസ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെയും ഷാൻ്റെയും തീരുമാനം. ആ ഒരു ശരിയായ ടാലൻറ്റിന് വേണ്ടി ആ അന്തിമഘട്ടത്തിൽ നമുക്ക് എല്ലാവരുടെയും ആഗ്രഹമാണ് ആ ഒരു റിയൽ ടാലൻറ്റ് നമ്മൾ കണ്ടെത്തണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ആ ആഗ്രഹത്തിനോട് നിങ്ങൾ കൂട്ടു നിൽക്കില്ലേ എന്നാണ് എൻ്റെ ചോദ്യം. ജൂറീസ്, വാട്ട് ഈസ് ഇറ്റ്? അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ സരിഗമപ കേരളത്തിനോടുള്ള എൻ്റെ റെസ്പോൺസിബിലിറ്റിയോട് നീതി പുലർത്തിക്കൊണ്ട് ഐ എം നോട്ട് യൂസിങ് മൈ റീകോൾ കാർഡ് നൗ. ഈ ഒരു ഘട്ടത്തിൽ ഗോപിച്ചേട്ടൻ്റെ റീകോൾ കാർഡ് യൂസ് ചെയ്യുന്നില്ല. സോ നന്ദ, യു ഹാവ് ടു ഫേസ് ദ എലിമിനേഷൻ. ഇപ്പോൾ ഞാനും ആ കാർഡ് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നീട് ഇപ്പം ഒരു 5-6 എലിമിനേഷൻസ് കഴിഞ്ഞിട്ട് നമുക്ക് ഏറ്റവും കോറായിട്ടുള്ള, അതായത് നമുക്ക് തോന്നുകയാണ് ഓക്കെ ദിസ് പേഴ്സൺ ഡിസേർവ്സ് വൺ മോർ ചാൻസ്. ഈ എലിമിനേഷൻ റൗണ്ടിൽ നിൽക്കുന്ന ഒരാൾക്ക്, ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ കാര്യമല്ല, 5-6 എലിമിനേഷൻസ് എപ്പോഴെങ്കിലും കഴിഞ്ഞിട്ട് നമുക്ക് തോന്നുകയാണ് ഓക്കെ ഈ എലിമിനേഷൻ സ്റ്റേജിൽ നിൽക്കുന്ന ഒരാൾക്ക് ഒരു ചാൻസ് കൂടെ കൊടുക്കണം എന്ന് തോന്നുന്ന സമയത്ത് ആ കാർഡ് യൂസ് ചെയ്യാൻ ആണ് എൻ്റെ തീരുമാനം. അതുകൊണ്ട് ഞാനും ഇത്തവണ ആ കാർഡ് യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ 2 ജഡ്ജസും റീകോൾ കാർഡ് ഉപയോഗിക്കാത്തതുകൊണ്ട് മെഗാ ഓഡീഷൻസ് മുതൽ ഇന്ന് വരെ ഈ 59ാമത്തെ എപ്പിസോഡ് വരെ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ ടീച്ചറമ്മയും നന്ദയുടെ നമ്മളുടെ കൂടെ ഈ സരിഗമപ ഫാമിലിയോടുള്ള ഈ ഒരു റിയാലിറ്റി ഷോയുടെ ഭാഗമായിട്ടുള്ള ഈ ഒരു യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഓഫ് കോഴ്സ് നമ്മൾ സീരിയസ് കോമ്പറ്റീഷന്ന് ഇപ്പോഴാണ് അതിൻ്റെ ഇതിലേക്ക് അറിഞ്ഞത്, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കിട്ടിയതല്ലേ. ഇങ്ങനെ എലിമിനേഷൻ എന്ന് പറഞ്ഞ് വരുമ്പോൾ ഇവർ രണ്ടുപേരും വിട്ടുപോകണമെന്ന് പറയുമ്പോൾ ഒരു ഞെട്ടൽ എല്ലാവർക്കും, എനിക്കും ഉണ്ട്. ഏറ്റവും രസം ഇവിടുത്തെ ഏറ്റവും മുതിർന്ന ആളും യങ്ങസ്റ്റ് കണ്ടസ്റ്റൻറ്റ്, അവർ രണ്ടുപേരാണ് ഇവിടെ നിൽക്കണത്. മീര, യു ഹാവ് ടു ബി റിയലി പ്രൗഡ്. കാരണം ഈ 59 എപ്പിസോഡ് വരെ മീര സ്റ്റിൽ ഈ ഇതിലും കൂടെ മീര നല്ലോണം പാടി. ആ ഒരു കാര്യത്തിൽ യു ക്യാൻ ബി റിയലി പ്രൗഡ് ഓഫ് യുവർ സെൽഫ്. ആൻഡ് ഓഫ് കോഴ്സ് മോള് ചെറിയ കുട്ടിയാണ്, നന്ദ ചെറിയ കുട്ടിയാണ്, ഇനി അങ്ങ് ബഹുദൂരം കിടക്കുകയാണ് യാത്ര മ്യൂസിക് ഫീൽഡിൽ. നമ്മൾ ഇവർ ഇവിടുന്ന് വിട്ട് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോവില്ല, നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്, നമുക്കൊക്കെ എപ്പോഴും കോണ്ടാക്റ്റ് ഉള്ളതാണ്. ഓൺലി തിങ് ഈ ഒരു വേദിയിൽ ഇവിടെ ഈ ഒരു കോമ്പറ്റീഷൻ ലിസ്റ്റിൽ ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. കോമ്പറ്റീഷൻ അല്ലല്ലോ ജീവിതം, അതെ, ഇതിന് പുറത്താണ് നമ്മുടെ ജീവിതം. ടീച്ചർക്ക് എന്താ പറയുക, ടീച്ചർ തന്ന ഓരോ പെർഫോമൻസും നമ്മളുടെ സരിഗമപയ്ക്ക് എന്നും സീസൺ 1 അഭിമാനിക്കാവുന്ന മുഹൂർത്തങ്ങളാണ് ചേച്ചി തന്നിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും ഒരുപാട് മൊമെൻറ്റ്സ്, ചേച്ചി ആ ചന്ദ്രനെ നോക്കി നിന്ന് പാടിയതും നൂർജഹാനെ പോലെ വേഷം കിട്ടിയതും
അങ്ങനെ ഒരുപാട് മൊമെൻറ്റ്സ് ഈ സത്യസന്ധമായിട്ട് ഇങ്ങനെ നിഷ്കളങ്കമായിട്ട് സംസാരിക്കുന്ന ഒരു രീതി, ചേച്ചിയുടെ കൂടെ ചേച്ചീനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നവർ, ചേച്ചിയെ പഠിപ്പിച്ച കുട്ടികൾ എല്ലാവരും പ്രാർത്ഥിച്ചു, ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ പ്രാർത്ഥനയാണ് ചേച്ചിക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയത്. ഇത് തന്നെ ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള എത്രയേ ഉള്ളൂ, കീപ്പ് ഓൺ ലിവിങ് ലൈക്ക് ദിസ് ഹാപ്പി. ഇത് ഒരു ജസ്റ്റ് ഒരു വേദിക്ക് പുറത്ത് നമ്മൾ ഇനിയും കാണുന്നു. നമുക്കെന്നും മീര ടീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ടീച്ചറാണ്. നമുക്ക് എല്ലാവർക്കും, ഇവിടെയുള്ള എല്ലാ മ്യൂസീഷ്യൻസിനും, ഇവിടെയുള്ള എല്ലാ ടെക്നീഷ്യൻസിനും മീര ടീച്ചറെ മറക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പം നമ്മളോട് എപ്പോഴും ഒരു ഫ്രണ്ടിനെ പോലെ എപ്പോഴും കൂടെ വേണം. അപ്പോൾ ടീച്ചർ കീപ് റോക്കിംഗ്. ഇപ്പം ഗോപിച്ചേട്ടനായാലും ഞാനാണേലും ചേച്ചിയുടെ വോയിസിന് പറ്റിയ ഒരു പാട്ട് നമ്മൾ കമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വിളിക്കാൻ പോകുന്നത് ചേച്ചിനെ ആയിരിക്കും. അത് നോ ഡൗട്ടാണ്. ഇപ്പൊ എലിമിനേറ്റ് ആയി പോയി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിളിക്കാതിരിക്കുക അങ്ങനെയൊന്നും. ഇപ്പൊ എൻ്റെ ഒരു പടത്തില് ഇപ്പൊ തുമ്പൂർജി പാടാൻ പോവാണ്. അപ്പം അങ്ങനെ ഒരാൾ പോയി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവരെ മറക്കുന്നൊന്നുമില്ല. സരിഗമപ ഫാമിലി എന്ന് പറയുന്നത് അത് ഫാമിലിയാണ്. ഫാമിലി ആരും മറക്കില്ല. ഇങ്ങനെ ഒരു അവസരം തന്ന ജഗദീശ്വരനോട്, ഭഗവാനോട് നന്ദി ആദ്യം പറയുകയാണ്. പിന്നെ എൻ്റെ ഫാമിലിയിലെ എല്ലാവരോടും എൻ്റെ താങ്ക്സ് ഒരുപാട്. അവരോട് താങ്ക്സ് ഒന്നും പറയേണ്ട ആവശ്യമില്ല. എന്നാലും അങ്ങനെയൊരു ഷോ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ എൻ്റെ ലോക്കൽ ആയിട്ടുള്ള ലൊക്കാലിറ്റിയിൽ മാത്രം അറിയപ്പെട്ട ഒരാളാവുമായിരുന്നു ഞാൻ. ഇപ്പോൾ എനിക്കറിയാത്ത ഈ ലോകത്തിലുള്ള എത്രയോ ആൾക്കാർ എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ എൻ്റെ പാട്ട് കേട്ടിട്ട് കുറേ നല്ല കമൻസൊക്കെ എഴുതുന്നു. അവരോടൊക്കെ എൻ്റെ ഒരുപാട് താങ്ക് യു ഞാൻ പറയുകയാണ്. ഇപ്പോൾ ഈ സരിഗമപനോട് ഒരുപാട് നന്ദി. സർഗോ സാറിനോട്, ഇവിടെയുള്ള ജഡ്ജസ് ആയിട്ടുള്ള ഗോപി സാറ്, സുജാത ചേച്ചി, ഷാൻ സാറ്, അവരോടൊക്കെ എൻ്റെ ഒരുപാട് താങ്ക് യു. പിന്നെ എൻ്റെ കൂടെ ഇരുന്ന ഈ കുട്ടികൾ, അവരെല്ലാവരോടും ഒരുപാട് സ്നേഹം. പിന്നെ ജീവ, റബേക്ക, അവരോടൊക്കെ എൻ്റെ ഒരുപാട് താങ്ക് യു, സ്നേഹം. പിന്നെ ഈ ജൂറി മെമ്പേഴ്സ് എല്ലാവരും, ഈ ഒരു വേദി തന്ന ഈശ്വരനോട് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു ചേച്ചി. എന്താ എനിക്ക് ഇവിടെ വന്നതിന് ശേഷം ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് മാഷ. മാഷും പിന്നെ ഇവിടെ ഇരിക്കണേ, പിന്നെ ഇതേ മനുഷ്യൻ വേറെ ലെവല. അപ്പോൾ ഞങ്ങളോ പറയേണ്ട ആവശ്യമില്ല. പറയണം. നിങ്ങളൊക്കെ എന്തെങ്കിലും പറഞ്ഞാലേ നമുക്ക്. ആരും ഒന്നും പറയുന്നില്ല ഇപ്പൊ. ഷാനിക്കയുടെ വീട്ടിൽ പിന്നെ ഞാൻ ഇടയ്ക്ക് പോവും. നമ്മളിനി ഫാമിലി. പിന്നെ ഗോപിച്ചേട്ടനും ഇടയ്ക്ക് എൻ്റെ വീട് കാക്കനാട തൃപ്പൂണിത്തുറയില്. പിന്നെ ഈ സൈഡ് നോക്കണ്ട. എനിക്ക് മിസ് ചെയ്യണ ഒരു കാര്യം ഗ്രൂമിങ്ങിന്റെ ടൈമാണ്. നമ്മൾ ഒരുമിച്ചുള്ള ആ സമയവും ഇപ്പോഴാണ് ഷട്ടിൽ കളി തുടങ്ങിയിട്ട് നന്ദൊക്കെ കളി പഠിച്ചു വരുന്നേ ഉള്ളൂ. അതാ പറയുന്നത്. അപ്പൊ ആ ഗ്രൂമിംഗ് ടൈമിൽ വന്ന് ആ സാധനം മിസ് ചെയ്യില്ല. അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു കാര്യം. നമ്മളെല്ലാരും കൂടിയുള്ള ഗ്രൂമിംഗ് ടൈമിൽ വന്ന് ദോശ കഴിക്കാം, ഇത് കഴിക്കാൻ, തൊണ്ടയുടെ കാര്യം നോക്കണ്ട, നല്ലോണം കളിക്കാം, ഷട്ടിൽ ചിരിക്കാം. കാര്യം നന്ദയ്ക്ക് എപ്പോഴും ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇനി ചിരിക്കുമ്പോ അയ്യോ ചിരിക്കില്ലേ, നാളെ പെർഫോമൻസ് ഇല്ല, മനസ്സ് തുറന്ന് ചിരിക്കുക, അത്രേ ഉള്ളൂ. ഇനി പിള്ളേരോട് എന്താ പറയാനുള്ളത്? അയ്യോ എന്താ പറയാൻ, എല്ലാരും എൻ്റെ ചേട്ടന്മാരും ചേച്ചിമാരും തന്നെ. സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യണൊരു ആളാണ് പുണ്യ. എല്ലാവരും കേട്ടോ, എല്ലാവരും. പിന്നെ പുണ്യ ഞാൻ അത്യാവശ്യം ക്ലോസ് ആണ്. പിന്നെ കീർത്തനേച്ചി ഞങ്ങൾ മൂന്നാളും. അക്ബർക്ക, ലിബിൻ ചേട്ടനെ ഞാൻ ഉണ്ണാപ്പൻ എന്നാണ് വിളിക്കാറ്.
നല്ല പേര്. അത് ഞാൻ പോണേന് മുമ്പ് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. അയ്യോ അത് പറയണം. മോളെ മോൾക്ക് കോടി പുണ്യം കിട്ടും. എന്താ പേര് പറഞ്ഞേ? ഉണ്ണാപ്പൻ. നല്ല പേര്. ആ മുഖത്തോട്ട് നോക്കിയേ. ലിബിൻ ചേട്ടന്റെ വീട്ടിൽ വിളിക്കണമെന്ന് ഉണ്ണിക്കുട്ടൻ എന്നാണ്. അത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. ഒരു മനസ്സിലായി. നന്നായി നന്നായി. അപ്പോ നന്ദയ്ക്കും ടീച്ചറമ്മയ്ക്കും നമുക്ക് നല്ലൊരു കൈയടി കൊടുക്കാം. അതോടൊപ്പം നമ്മളുടെ നിറഞ്ഞ സ്നേഹം, നമ്മളുടെ ഒരു ടോക്കൺ ഓഫ് ലവ് കൊടുക്കാനായിട്ട് ഷാനിക്ക ചേച്ചി എൻ ഗോപിച്ചേട്ടാ പ്ലീസ്. അപ്പോൾ ടീച്ചറമ്മയ്ക്കും നന്ദയ്ക്കും നമ്മളുടെ സരിഗമപയുടെ ഒരു ടോക്കൺ ഓഫ് ലവ്. ഗോപിച്ചേട്ടാ, ഷാനിക്ക ചേച്ചി. നന്ദയ്ക്കുള്ള നമ്മളുടെ സരിഗമപയുടെ സ്നേഹം, സ്മോൾ ടോക്കൺ ഓഫ് ലവ്. ഓക്കെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ അങ്ങനെ സങ്കടമോ കരച്ചിലോ വിഷമോ ഒന്നുമില്ല. ഇത് തൽക്കാലത്തേക്ക് മാത്രമുള്ളൊരു ഒരു ബൈപറച്ചിലാണ്. വി ആർ സ്റ്റിൽ എ ഫാമിലി. അപ്പോൾ ഈ 12 എണ്ണമായിട്ട് ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ 60ാമത്തെ എപ്പിസോഡിൽ കാണാം. ഒരുപാട് അടിപൊളി കിടിലൻ പെർഫോമൻസ് ഒക്കെ ആയിട്ട്. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഈസ്റ്റേൺ ആൻഡ് പോപ്പീസ് ബേബി കെയർ പ്രസൻസ് family, നമ്മുടെ ബ്ലോക്ക് ബസ്റ്റർ പാർട്ണർ മൈ ജി, മൈ ജനറേഷൻ, DT Hub, and special partner Havakar. Good night, love you.